പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഈ സംഭവം ഫിലിപ്പിയിലെ ജയിലിലാണ് നടക്കുന്നത്. പൗലോസിനെയും ശീലാസിനെയും സുവിശേഷം പ്രസംഗിച്ചതിനാൽ അന്യായമായി പിടികൂടി മർദ്ദിക്കുകയും തടവറയിൽ ആക്കുകയും ചെയ്തു. അവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ച അവസ്ഥയിലായിരുന്നു. ശരീരത്തിൽ മുറിവുകൾ, മനസ്സിൽ വേദന, ചുറ്റും ഇരുട്ട്. മാനുഷികമായി നോക്കുമ്പോൾ നിരാശപ്പെടേണ്ട സാഹചര്യം. എന്നാൽ അവർ ചെയ്തത് പരാതിപ്പെടുകയല്ല, പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം, സാഹചര്യങ്ങൾ മാറാതെ ഇരുന്നാലും ദൈവത്തെ സ്തുതിക്കുന്ന വിശ്വാസം അത്ഭുതങ്ങൾക്ക് വഴി തുറക്കും എന്നതാണ്. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതം അർദ്ധരാത്രിയുടെ അനുഭവമെന്ന് പറയാൻ സാധിക്കും. അർദ്ധരാത്രി ബൈബിളിൽ ജീവിതത്തിൻ്റെ ഇരുണ്ട സമയങ്ങളെ സൂചിപ്പിക്കുകയാണ്. അത്തരം സമയങ്ങളിൽ പലരും ദൈവത്തോട് പരാതിപ്പെടുകയോ വിശ്വാസം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നു. എന്നാൽ പൗലോസും ശീലാസും ആ ഇരുട്ടിനിടയിലും ദൈവത്തെ സ്തുതിച്ചു. സ്തുതി എന്നത് എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രം ദൈവത്തെ പുകഴ്ത്തുന്നതല്ല. കണ്ണുനീരുകളുടെ ഇടയിലും ദൈവമേ, നിന്റെ കൃപ അനുഭവിക്കുവാൻ സാധിക്കുന്നല്ലോ, നിന്റെ കൃപയാണല്ലോ എന്നെ നിലനിർത്തുന്നതെന്ന് പറയുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിശ്വാസം. കാരണം നമ്മുടെ ദൈവം സാഹചര്യങ്ങളുടെ ദൈവമല്ല, എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, അവരുടെ സ്തുതി വെറുതെ ആയില്ല. ദൈവം ഭൂകമ്പം അയച്ചു. തടവറയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആദ്യം പൗലോസിനെയും ശീലാസിനെയും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ബന്ധനങ്ങൾ അഴിച്ചു എന്നതാണ്. അതായത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയും സ്തുതിയും ചുറ്റുമുള്ളവർക്കും അനുഗ്രഹമാകുന്നു എന്നതാണ്. ഇന്ന് നമ്മിൽ പലരും കുടുംബത്തിലും സമൂഹത്തിലും ഭയത്തിൻ്റെ, നിരാശയുടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ ഭവനത്തിൻ്റെ അനുഗ്രഹമായി മാറും. സ്തുതിക്കുന്ന ഒരു ഹൃദയം ദൈവത്തിൻ്റെ ശക്തിയെ ഇറക്കി വരുത്തുവാൻ ഇടയാക്കി. മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നത്, തടവുകാർ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു എന്ന് വചനം പറയുന്നു. അതായത് അവരുടെ വിശ്വാസം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി മാറി. ഇന്നും ലോകം നമ്മെ നോക്കിക്കൊണ്ടിരിക്കും. പ്രതിസന്ധികളിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ആളുകൾ ശ്രദ്ധിക്കും. നിരാശപ്പെടാതെ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും ധൈര്യം നൽകും. ജീവിതത്തിൻ്റെ അർദ്ധരാത്രികളിൽ പോലും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കാരണം സ്തുതിയുള്ളിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യമുള്ളിടത്ത് ബന്ധനങ്ങൾ അഴിയും. അടഞ്ഞ വാതിലുകൾ തുറക്കും. നിരാശ പ്രത്യാശയായി മാറും. അർദ്ധരാത്രിയിലെ സ്തുതി അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര ഇരുട്ടായാലും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി നമുക്കായിത്തീരാം. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളിലും അങ്ങയെ സ്തുതിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അനുഭവം പോലെ പ്രാർത്ഥനയിൽ, സ്തുതിയിൽ സ്ഥിരരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും പ്രത്യാശയോടെ ആയിരിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.